ഹായ് വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ല വെറൈറ്റി ടേസ്റ്റിൽ ഒരുപാട് നാൾ കേടുകൂടാതിരിക്കുന്ന ഒരു നല്ല നാരങ്ങ അച്ചാറാണ്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് ലുബീസ് കിച്ചൻ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ഈ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് നാരങ്ങ അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 3/4 കിലോയോളം നാരങ്ങയാണ്. ഇത് ചെറുനാരങ്ങയല്ല, കുറച്ചുകൂടി നല്ല കളറുള്ള, കുറച്ചുകൂടി വലിപ്പമുള്ള ഒരു നല്ല നാരങ്ങയാണ്. അപ്പോൾ ഈ നാരങ്ങ ആവുമ്പോൾ നല്ല ഒരു നീരുണ്ടാവും നാരങ്ങയ്ക്ക്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിരിക്കും. ഒട്ടും തന്നെ കയ്പുണ്ടാവത്തുമില്ല. ഈ നാരങ്ങ ഒന്ന് ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് ആവി കയറ്റി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇട്ട ഉടനെ തന്നെ യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഒരുപാട് നാൾ കഴിഞ്ഞിട്ടാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ആവി കയറ്റേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ എടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഒന്ന് ആവി കയറ്റിയിട്ട് ഇതുപോലെ അതിൻ്റെ സൈഡുകൾ, അതായത് ബാക്ക് ഭാഗവും ഫ്രണ്ട് ഭാഗവും ഒന്ന് കട്ട് ചെയ്ത് കളയണം. ആ ഭാഗത്ത് നീരൊന്നും തന്നെ ഉണ്ടാകത്തില്ല. അപ്പോൾ അത് അച്ചാറിട്ടാലും ആ ഭാഗം കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ആവി കയറ്റി ഒന്ന് തണുത്തതിന് ശേഷം ഈ സൈഡുകൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കണം. ഇങ്ങനെ മുറിച്ചെടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ വളരെ നേർത്തതായിട്ട് കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ അച്ചാറിടുമ്പോൾ കുറച്ചുകൂടി അതിൻ്റെ മസാലയൊക്കെ എല്ലായിടത്തും പിടിച്ചിട്ട് അച്ചാർ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഒട്ടും തന്നെ കയ്പില്ലാതെ നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും. അപ്പോൾ വളരെ ചെറുതായിട്ടാണ് ഞാനിപ്പം ഇതിന് വേണ്ടി കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. അപ്പം നീരൊക്കെ ഒന്ന് പോവാതെ നല്ല മൂർച്ചയുള്ള കത്തി ഉപയോഗിക്കുകയാണെങ്കിൽ നീലൊന്നും പുറത്തു പോവാതെ തന്നെ നന്നായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇനി അച്ചാറിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് കറിവേപ്പില അതൊന്ന് കൈകൊണ്ട് മുറിച്ച് വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഇടുന്നതായിരിക്കും നല്ലത് അച്ചാറിൽ. പിന്നെ വെളുത്തുള്ളി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ 1/2 കപ്പോളം വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറവോ കൂടുതലോ എടുക്കാം. പിന്നെ ഒരു 4 പച്ചമുളക്, പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്. ഇതും വേണമെങ്കിൽ നിങ്ങളെ ഇഷ്ടത്തിന് എടുക്കാം. ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് മുമ്പായിട്ട് കുറച്ച് ഉലുവ ഇപ്പോൾ ഇത് 1.5 ടേബിൾ സ്പൂണോളം ഉലുവയുണ്ട്. ഇതൊന്ന് ആദ്യം ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിൽ ഓയിലൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അച്ചാർ ഉണ്ടാക്കാൻ പോകുന്ന പാത്രത്തിൽ ചൂടാക്കിയതിന് ശേഷം ഉലുവ ഒന്ന് നമ്മൾ സാധാരണ വറുത്തെടുക്കുന്ന പോലെ ഒന്ന് വറുത്തെടുക്കാം. ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം കടുകും ഇട്ട് കൊടുക്കാം. കടുകും ഇതുപോലെ ഒന്ന് വറുത്തെടുക്കണം. കടുക് ഒന്ന് പൊട്ടി വന്നാൽ മാത്രമേ ഇത് ശരിയാവുള്ളൂ. ആ ഒരു മണം വരുന്ന സമയത്ത് കരിഞ്ഞു പോവാതെ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇനി ആ പാത്രത്തിൽ തന്നെ നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ കോക്കനട്ട് ഓയിലാണ് ഈ അച്ചാറിടാൻ വേണ്ടി എടുക്കുന്നത്. ഇപ്പോൾ നല്ലെണ്ണയാണെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ഓയിൽ തന്നെ ആവശ്യമൊന്നുമില്ല. ഇനി നമുക്ക് കടുകിട്ട് പൊട്ടിക്കാം. നമ്മൾ സാധാരണ താളിക്കുന്ന പോലെ കടുക്, കരിവേപ്പിലയൊക്കെ ഞാനിട്ട് താളിച്ചിട്ടുണ്ട്. അതുപോലെ കുറച്ച് വറ്റൽമുളക്, ഒരു സ്പെഷ്യൽ ടേസ്റ്റ് കിട്ടാൻ വേണ്ടി കുറച്ച് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. വേണമെങ്കിൽ കുറച്ച് കുരുമുളക് കൂടി ചതച്ചിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ കുരുമുളകൊന്നും ഇടുന്നില്ല. കുരുമുളക് കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഒരു സ്പെഷ്യൽ ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഇതൊന്നും നന്നായിട്ട് കളറ് മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക്, അതുപോലെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇതിൽ കിടന്നിട്ട് നന്നായിട്ട് വാടി വരണം. അപ്പോൾ ഒരുപാടങ്ങ് മൂപ്പിച്ചെടുക്കുകയൊന്നും വേണ്ട, കുറച്ചൊന്ന് വാടി വന്നാൽ മതി. വാടി വരുമ്പോൾ നമുക്കിതിലേക്ക് നാരങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ടുകൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നന്നായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താൽ മാത്രമേ അച്ചാർ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ടേസ്റ്റ് കിട്ടുള്ളൂ. എത്രയും ചെറിയ പീസാണ് അതിനനുസരിച്ച് ടേസ്റ്റ് ഉണ്ടാവും അച്ചാറിന്. എല്ലാവരും അച്ചാറിടുന്നത് ഏകദേശം ഒരുപോലെ തന്നെയാണെങ്കിലും ടേസ്റ്റ് വലുതായിരിക്കും. അപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി നിങ്ങൾ. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. അച്ചാറാവുമ്പോൾ പുളിയൊക്കെ ഉള്ളതുകൊണ്ട് നന്നായിട്ട് ഉപ്പ് വേണ്ടി വരും. അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് ഉപ്പ് ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതി. ഇനി ഈ ഉപ്പൊന്ന് ഈ അച്ചാറിൽ പിടിക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് നേരം ഇട്ടിരിക്കണം. അതുപോലെ തന്നെ കായം ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ഞാനിട്ടിരിക്കുന്നത് ഒരു ടീസ്പൂണോളം കായപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കായത്തിന് മണം കുറവാണെങ്കിൽ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കാം. ചില കായത്തിന് മണം കുറവായിരിക്കും. അപ്പോൾ അത് ഇതുപോലെ ഒരു നോർമൽ ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കണം. അച്ചാർ നന്നായിട്ടൊന്ന് പിടിച്ച് വരണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ മുളക് പൊടി ഞാൻ 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇടുന്നത്. നിങ്ങളുടെ എരിവ് അനുസരിച്ച് നിങ്ങൾക്ക് കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യാം. 3 ടേബിൾ സ്പൂൺ എന്ന് പറയുമ്പോൾ അത്യാവശ്യം എരിവൊക്കെ ഉണ്ടാവും. ഇനി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി പിടിപ്പിക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് കുരുമുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുത്താലും മതി, കുരുമുളക് പൊടിയായിട്ടുള്ളതാണെങ്കിൽ.
അപ്പോൾ ഞാൻ കുരുമുളക് പൊടി ഇടുന്നില്ല. ഇനി ഇതിലേക്ക് നമ്മുടെ നേരത്തെ വറുത്ത് വെച്ച ഉലുവയും അതുപോലെ കടുകും അത് ഞാൻ മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ്. നമ്മൾ ആദ്യം വറുത്ത് വെച്ച ഉലുവയും അതുപോലെ കടുകും മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചിട്ട് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിനൊരു പ്രത്യേക മണമാണ്. അപ്പോൾ അങ്ങനെ ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റും ആയിരിക്കും അച്ചാറിന്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് പിടിപ്പിക്കണം. കുറച്ച് നേരം ഒന്ന് ചെറിയ ലോ ഫ്ലെയിമിൽ കിടന്ന് അച്ചാറിൽ ഇതെല്ലാം പിടിക്കണം. ഇപ്പോൾ തന്നെ ആ കായത്തിൻ്റെയൊക്കെ നല്ല മണം വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഒരു അരക്കപ്പിൽ കൂടുതൽ വിനാഗിരി ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. വിനാഗിരി ഒഴിക്കുന്ന സമയത്ത് ഒരു സ്മെല്ലാണെങ്കിലും അതൊന്ന് കിടന്ന് ചൂടായി കഴിയുമ്പോൾ ആ സ്മെല്ലൊക്കെ മാറി നല്ലൊരു സ്മെല്ലും അച്ചാറിന് പ്രത്യേക ഒരു ടേസ്റ്റൊക്കെ വരും. അതുപോലെ കേടുകൂടാതെ കുറച്ച് നാൾ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ഞാനിപ്പോൾ ഫ്ലെയിമിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. വിനാഗിരി ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ഗ്യാസിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഞാനിനി ഇതിലേക്കൊരു കണ്ടെയ്നറിലേക്ക് അച്ചാർ ഇടുവാണ്. ഇപ്പോൾ ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ഒരു ഗ്ലാസ് ജാറാണ്, നല്ല ടൈറ്റായിട്ടുള്ള ജാറാണ്. അപ്പോൾ ഇത് ഒട്ടും തന്നെ വെള്ളമില്ലാതെ നന്നായിട്ട് ഉണക്കിയെടുക്കണം. ഒട്ടും തന്നെ വെള്ളം പാടില്ല. ഇനി നിങ്ങൾക്ക് തന്നെ കുറച്ച് ഒരുപാട് നേരം വെയിലത്തിട്ട് ഉണക്കാത്തതാണെങ്കിൽ അതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചൊന്ന് ചുറ്റിച്ചതിന് ശേഷം അച്ചാറിട്ടാലും മതി. അപ്പോൾ അങ്ങനെയാണെങ്കിലും അച്ചാർ കേടാവത്തില്ല. ഇപ്പോൾ കുറച്ച് നാൾ ഇരിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ വിനാഗിരി ഇട്ട് ചുറ്റിച്ചതിന് ശേഷം അച്ചാറിട്ട് കൊടുത്താൽ മതി. ഞാനിപ്പം പെട്ടെന്ന് തന്നെ കഴിച്ച് തീർക്കാനുള്ളത് കൊണ്ട് അങ്ങനെയൊന്നും ഇടുന്നില്ല. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലുബീസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യണം.